വർഷങ്ങളായിട്ടുള്ള എൻ്റെ ഒരു മോഹമായിരുന്നു അമേരിക്ക വരണം എന്നുള്ളത്. അങ്ങനെ അമേരിക്കയിൽ വന്നു കഴിഞ്ഞപ്പോൾ, അമേരിക്ക കണ്ടു തുടങ്ങിയപ്പോൾ ശരിക്കും ഭയങ്കര എക്സൈറ്റഡായി. കുറേ മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ടുവരുന്നു. അപ്പോൾ അമേരിക്കയിലെ നയാഗ്ര ഫോൾസ് എല്ലാവരും പോകുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ നയാഗ്ര ഫോൾസ് കാണാൻ വേണ്ടിയാണ് പോകുന്നത്. നിങ്ങളൊക്കെ പലരും കണ്ടിട്ടുണ്ടാവും. ഈ അമേരിക്ക എന്ന് പറയുമ്പോഴത്തേക്കിനും നമുക്ക് മനസ്സിൽ വരുന്ന കുറച്ച് വ്ളോഗേഴ്സിൽ ഒരാളാണ് ഷിനോദ് സവാരി. അത് പുള്ളി പണ്ട് മുതലേ നമ്മളെ അമേരിക്കയുടെ കുറേ കാഴ്ചകളും മറ്റ് കാഴ്ചകളിലുപരിയായിട്ട് വാക്ചാതുര്യത്തിൽ വളരെ മനോഹരമായിട്ട് കത്തി വെച്ചുകൊണ്ടിരുന്ന അമ്മാനമാടി നമ്മളെയൊക്കെ സന്തോഷിപ്പിക്കുക കാഴ്ചകളൊക്കെ കാണിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെയാണ് ഇന്ന് നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്നത്. സോ വെൽക്കം ബാക്ക് മാൻ, വെൽക്കം ടു ടെക് ട്രാവൽ ഇറ്റ്. അങ്ങനെ ഞങ്ങളൊരു നാട്ടുകാരാണ്, കോഴഞ്ചേരിക്കാരാണ്. കോഴഞ്ചേരി ഒരു പാലത്തിനപ്പുറത്ത് മാരാവണാണ് പുള്ളിയുടെ വീട്. പക്ഷെ ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നത് ഇവിടെ ന്യൂയോർക്കിൽ വെച്ചിട്ടാണ്. എന്താല്ലേ കാലത്തിന്റെ വിധിവൈപരീത്യം. ഒന്നുകൂടെ പറ, കേട്ടില്ല. ഇത് ഇങ്ങനെയുള്ള എന്താ പറയാ, വളരെ മനോഹരമായിട്ടുള്ള വാക്കുകളൊക്കെ ഞാനും അങ്ങനെയൊക്കെ ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞാൽ പോരെ. അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ആയിട്ട് നമ്മളൊരു യാത്ര പോവാണ്. നയാഗ്ര ഫോൾസ് ആണ് ലക്ഷ്യം. ന്യൂയോർക്കിൽ നിന്നൊരു 8 മണിക്കൂർ ഡിപ്പെൻസ് അപ്പോൺ ട്രാഫിക് ഉണ്ട്. അപ്പോൾ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ കണ്ട്, കാഴ്ചകളിലുപരിയായിട്ട് ഈ വ്ളോഗ് മിക്കവാറും സംസാരങ്ങളായിരിക്കും. അപ്പോൾ എൻ്റെ ഒപ്പം ഞങ്ങളുടെ തന്നെ നാട്ടുകാരനായിട്ടുള്ള റെനിയും കൂടെ ഉണ്ട്. ഇവർ സുഹൃത്തുക്കളാണ്. സോ നൈസ് ടു മീറ്റ് യു. അപ്പോൾ ഞങ്ങൾ ഇന്നലെ ഉണ്ടായിരുന്നത് ട്രിപ്പ് കപ്പിളിൻ്റെ വീട്ടിലാണ്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ പോവാണ്. അപ്പോൾ സീ യു ഗൈസ്, തിരിച്ചു വരുമ്പോൾ കാണാം. ഓക്കെ, ബൈ ബൈ. ഇക്കോ ബൈ, സീ യു, ടാറ്റാ. ഇത് താലം കൈമാറുന്ന പോലെ കഴിഞ്ഞ 2 ദിവസം അവരുടെ കൂടെ ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നമ്മൾ ഒരുമിച്ച് എന്തൊക്കെയുണ്ട് അമേരിക്കൻ വിശേഷങ്ങൾ എന്ന് ഞാൻ ചോദിക്കുന്നില്ല. കാരണം അതൊക്കെ നമ്മൾ വീഡിയോ എൻ്റെ എപ്പോഴും വീഡിയോ ക്യാമറ ഇങ്ങനെ പിടിച്ചാൽ വീഡിയോ ഓണായിരിക്കും. അതെ, അമേരിക്കൻ വിശേഷങ്ങള് നല്ല വിശേഷങ്ങളാണ്. സമ്മറാണ്. അങ്ങനെ ഇവിടുന്ന് നമ്മൾ പോകുന്ന ബഫല്ലോ എന്ന് പറഞ്ഞ നയാഗ്ര ഫോൾസിന് അടുത്തുള്ള സ്ഥലത്തേക്ക് നമുക്ക് ഇവിടുന്ന് 400 മൈലാണ്. 400 മൈൽ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 500-550 കിലോമീറ്റർ വരും അല്ലേ. 550 കിലോമീറ്റർ വരുന്ന ആ ഒരു യാത്ര അമേരിക്കൻ സമ്മർ ഗ്രാമ കാഴ്ചകൾ കണ്ടുകൊണ്ട്. ഗ്രാമമൊക്കെ കാണുമോ അതോ ഹൈവേയിലൂടെ ആയിരിക്കും അല്ലേ മൊത്തം? ഗ്രാമക്കാഴ്ചയുണ്ട്. ബഫലോ അവിടെ ഒരു കോളേജ് ഒക്കെ ഉണ്ട്. അവിടെ നമ്മുടെ ഒത്തിരി കുട്ടികൾ, മലയാളി കുട്ടികളൊക്കെ അവിടെ പഠിക്കുന്നുണ്ട്. അപ്പൊ അവിടെ കുറെ മലയാളികൾ അങ്ങനെ ഉണ്ട്. പിന്നെ കാനഡ ഓഫ് കോഴ്സ് അറിയാമല്ലോ, തൊട്ടപ്പുറത്താണ്. വിസ ഉണ്ടായിരുന്നു, പോവായിരുന്നു. നമുക്ക് ഇപ്പുറത്ത് എത്തോണ്ട് കൈ കാണിക്കാം. പക്ഷെ ആ ബോട്ടിൽ എന്തോ കയറിയിട്ട് പോകാൻ തോന്നുന്നു അല്ലേ? അതാ കാനഡ സൈഡിലേക്ക് കൊണ്ടുപോകാറ്. കാനഡ സൈഡിലോട്ട് കൊണ്ടുപോകത്തില്ല. പക്ഷെ കാനഡ സൈഡിൽ നിന്നും അമേരിക്കൻ സൈഡിൽ നിന്ന് വരുന്ന ബോട്ടുകളും എല്ലാം ആ വാട്ടർഫോൾസിന് അടിയിലോട്ടാണ് വരുന്നത്. ഓ. ഞങ്ങളിപ്പോ വിട്ടിട്ട് ഏകദേശം ഒരു 1.5 മണിക്കൂറായി. ഈ മൈലെന്നുള്ള സംഭവം വളരെ സ്ലോയിലാണ് കുറയുന്നത്. കാരണം നമ്മൾ കിലോമീറ്റർ അല്ലേ, ഇവിടെ മൈലല്ലേ. ഇപ്പൊ 399 എന്നുള്ളത് ഇപ്പൊ 317 ആയതേ ഉള്ളൂ. മൈലൊക്കെ ഇങ്ങനെ വെറുതെ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി 81 മൈല് ഈ റോഡിൽ കൂടെ സ്ട്രെയിറ്റ് പോകണമെന്നാണ് ഗൂഗിൾ മാപ്പ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് വെറുതെ ഹൈവേയുടെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ കുറെ മരങ്ങളൊക്കെ നമുക്ക് നിൽക്കുന്നത് കാണാൻ പറ്റും. അപ്പൊ ഈ മരങ്ങൾക്കിടയിൽ വേറെ എന്റർടൈൻമെന്റ് ഒന്നും ഇല്ല. ആകെയുള്ള എന്റർടൈൻമെന്റ് ഞങ്ങളിങ്ങനെ കത്തി വയ്ക്കുന്നതാണ്. ഞങ്ങൾ കത്തി വെച്ചു, നാട്ടുകാരെ വിളിച്ചു, കൂട്ടുകാരെ വിളിച്ചു, പല രാജ്യങ്ങളിലുള്ള കൂട്ടുകാരെ വീഡിയോ കോൾ വിളിച്ചു. അങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വേറെ എന്നാ ചെയ്യാനല്ലേ. ഇവിടെ ഇതിനിടയിലെല്ലാം മാനുകളുണ്ട് കേട്ടോ. അതിടയ്ക്ക് കുറെ റോഡിൽ ചത്തു കിടക്കുന്ന കണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ പട്ടിയൊക്കെ ചത്തു കിടക്കുന്ന പോലെയാണ് ഇവിടെ റോഡിൽ മാനും കുരങ്ങും ഒക്കെ ചത്തു കിടക്കുന്നത്. അതൊന്നും ക്രൈം അല്ലേ? പ്രശ്നമില്ല. ക്രൈമാണ്. പോലീസിനെ അറിയിക്കണമെന്നാണ്. മാന ഇടിച്ചു കഴിഞ്ഞാൽ പോലീസിനെ അറിയിക്കണമെന്ന് നിയമമൊക്കെ ഉണ്ട്. ചിലരൊന്നും അറിയിക്കാറില്ല. ഓക്കെ, ഇടിച്ചെന്ന് അറിയണ്ടേ? നമ്മളതിനെ എടുത്തോണ്ട് പോകല്ലേ, അത് അവിടെ തന്നെ കിടത്തിട്ട് അവരെ വിളിക്കണം, പോലീസിനെ വിളിക്കണം. ആണല്ലേ? ന്യൂസിലൻഡിൽ പോയപ്പോ അവര് പറയുന്നുണ്ടായിരുന്നു, നമ്മളൊരു വണ്ടിയിൽ പോകുമ്പോഴത്തേക്കും നമ്മുടെ വണ്ടി ഏതെങ്കിലും ഒരു മാനിനെ ഇടിച്ചു കഴിഞ്ഞാൽ പുറകെ വരുന്ന വണ്ടിക്കാർക്ക് അതിനെ എടുത്തോണ്ട് പോകാം. ഇടിച്ച വണ്ടി എടുത്തോണ്ട് പോകാൻ പാടില്ല, പുറകെ വരുന്ന വണ്ടിക്കാർക്ക് വേണേ എടുത്തോണ്ട് പോകാം. അങ്ങനെ ഒരു സംഭവം ന്യൂസിലൻഡിലോ ന്യൂസിലൻഡിലാന്ന് തോന്നുന്നു. അവിടെ എന്തോ ഇങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. എത്ര മനോഹരമായ ആചാരം. നമുക്ക് 2 വണ്ടിയായിട്ട് ഓർഗനൈസ് ചെയ്ത് പോയാൽ മതി അല്ലേ? ഒരു മാനിനെ കിട്ടും എന്നൊക്കെ പറയുന്ന പോലെ ഇവിടെ എല്ലാം എഴുതിയിട്ടുണ്ട്, മാനുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഇവിടെ പക്ഷെ ഓരോ ഏരിയയിലും വൈൽഡ് ലൈഫ് മാനിന്റെ ഒക്കെ പോപ്പുലേഷൻ കൂടുന്ന അനുസരിച്ച് ഹണ്ടിങ്ങിനുള്ള പെർമിഷൻ കൊടുക്കും. അപ്പൊ ആ സ്ഥലത്ത് പോയി ഇവർ പോപ്പുലേഷൻ കൗണ്ട് ചെയ്യും. ഒരളവിൽ കൂടി കഴിഞ്ഞാൽ അവിടെ പോയി ഹണ്ട് ചെയ്യുന്നതിനുള്ള ലൈസൻസ് കൊടുക്കും. അപ്പം തോക്ക് ലൈസൻസ് ഉള്ളവർക്ക് അവിടെ പോയി മാനെ വെടിവെച്ച് പിടിക്കാം. പക്ഷെ വണ്ടി മുട്ടിയോ നമ്മുടെ ബാക്ക്യാർഡിലൊക്കെ പക്ഷെ മാൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് പിടിക്കാനുള്ള റൈറ്റ്സ് ഇല്ല. അവിടെ ലൈസൻസ് ഏരിയയിൽ മാത്രം പോയി നമുക്ക് ഹണ്ട് ചെയ്യാം.
ഞങ്ങളങ്ങനെ ഒരു 100 മൈല് കഴിഞ്ഞപ്പോഴത്തേക്കിനും നമ്മൾ ഒരു സ്ഥലത്ത് മൂത്രമൊഴിക്കാൻ വേണ്ടി നിർത്തിയാണ് ഗൈസ്. മൂത്രമൊഴിക്കാൻ ഇത് പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു കൺട്രി സൈഡിലുള്ള ഒരു ഫുഡ് എക്സിറ്റ്. നമ്മളിങ്ങനെ ഹൈവേയിലൂടെ പോകുമ്പോഴത്തേക്കിനും ഇവിടെ കുറേ സ്ഥലങ്ങളുണ്ടാവും ഇതുപോലെ, മാക്ഡൊണാൾഡ്സും ബർഗർ കിങ്ങും. അപ്പോൾ ഇവിടെയൊക്കെ കയറി എന്തെങ്കിലുമൊക്കെ വാങ്ങാം, ഫുഡ് കഴിക്കാം. അതൊക്കെയാണ് പരിപാടി. വിശാലമായിട്ടിരുന്ന് ഓടിച്ചെങ്കിലേ ഒരു സുഖമുള്ളൂ. അങ്ങനെ ശീലമായി പോയി. ഇത് നേരെ വെക്കാൻ പറ്റുമോ? ഇത് നേരെ സ്റ്റാർട്ട് ചെയ്യുന്നത് മുന്നോട്ട് പോയി നീക്കണോ സീറ്റ്? വേണ്ട ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന എവിടാ? ബ്രേക്ക് വിട്ടിട്ട് ഇത്. ഓ ഇവിടെ ഉണ്ടല്ലേ, കാണണ്ട ഇതൊക്കെ. ഞാനിതുവരെ ലെക്സസ് ഓടിച്ചിട്ടില്ല. ഇത് ഓണായോ? ഓണായി. ഇത് ഹൈബ്രിഡ് ആണോ? ഹൈബ്രിഡ് ആണ്. അതായത് പെട്രോൾ ഹൈബ്രിഡാ അതോ ഫുള്ളി ഇലക്ട്രിക്കോ? ഫുള്ളി ഇലക്ട്രിക് അല്ല, പെട്രോൾ ഹൈബ്രിഡ്. സുഹിത്ത് ലോകത്ത് പല സ്ഥലത്തും ചെന്ന് ഡ്രൈവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ അമേരിക്കയിൽ കൂടെ ഡ്രൈവ് ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ? എന്റെ ഒരു സ്വപ്നമായിരുന്നു ഡ്രൈവ് ചെയ്യണമെന്നുള്ളത്. അത് ഞാൻ സാധിച്ചു. ആദ്യമായിട്ട് ആ ഡ്രൈവ് ചെയ്യാനുള്ള അവസരം നൽകിയ ശ്രീമാൻ ഷിനോദിന് എന്റെ എല്ലാവിധ നന്ദിയും കമ്പനിയുടെ നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി മാത്രമേ ഉള്ളല്ലേ. ഇന്ന് അമേരിക്കയിലെ ആദ്യം മുതലുള്ള അമേരിക്കയുടെ കാഴ്ചകൾ കാണിച്ചു തുടങ്ങിയത് നിങ്ങളാ. ഞാൻ വേറെ കണ്ടിട്ടില്ല. അവർ ട്രിപ്പ് കപ്പിളിന്റെ വീഡിയോസ് കണ്ടിട്ടുണ്ട്, പക്ഷെ അവരുടെ സിനിമാറ്റിക് ട്രാവൽ വീഡിയോസ് ആണ് അവർ കാണിക്കുന്നത്. അവര് ഇവിടുത്തെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കാണിക്കുന്നുണ്ടെങ്കിലും അമേരിക്കയെ കുറിച്ചുള്ള വിവരങ്ങൾ, അമേരിക്കയിലെ കാര്യങ്ങൾ ഇങ്ങനെയാണ്, അവിടുത്തെ ഇങ്ങനെയാണ്, അത് ഇങ്ങനെയാണെന്നുള്ള ഓരോ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങളും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങള്, കാഴ്ചകള് അത് പറഞ്ഞു തന്നത് നിങ്ങളാണ്. അപ്പൊ അത് കേൾക്കുമ്പം അതെനിക്ക് പല സ്ഥലത്തും റിലേറ്റ് ചെയ്യാൻ തോന്നിയിട്ടുണ്ട്. പല കാര്യങ്ങളും, ഇപ്പൊ ടിപ്പ് കൊടുക്കുന്ന കാര്യങ്ങള്, പിന്നെ ടാക്സിനെ പറ്റിയുള്ള കാര്യങ്ങള്, പല സംഭവങ്ങള്, ഇവിടുത്തെ ഒരു കൾച്ചറൽ ചേഞ്ച്. കാരണം നമ്മളെല്ലാവരും ഒരു അൾട്ടിമേറ്റ്ലി ഒരു സാധാരണ ഗ്രാമത്തിൽ നിന്ന് വന്ന മലയാളികളാണല്ലോ. നമ്മൾ അമേരിക്ക പോലുള്ള ഒരു രാജ്യത്ത് വന്ന് നമ്മൾ താമസിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ആ ഒരു മാറ്റങ്ങള്, നമ്മുടേതായിട്ടുള്ള പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ കാണുമ്പോഴത്തേക്കിനും ആ ഒരു കൾച്ചറൽ ഡിഫറൻസ് അത് ശരിക്കും വലിയൊരു കാര്യമാണ്. അപ്പോ അത് നിങ്ങളുടെ വീഡിയോസ് ഒക്കെ പണ്ട് പോലെ കാണാറുണ്ടായിരുന്നു. അപ്പൊ അമേരിക്കയിൽ വരിക എന്ന് പറയുന്നത് തന്നെ എല്ലാ മനുഷ്യരുടെയും ഒരു നിങ്ങൾ പറഞ്ഞ ലാൻഡ് ഓഫ് ഓപ്പർച്യൂണിറ്റി ആണല്ലോ. എത്രാമത്തെ രാജ്യം? 79. ഇത്രയും വർഷം ഇപ്പൊ ഞാൻ ഗൂഗിൾ ആഡ്സെൻസ് വഴി പണം സമ്പാദിക്കാൻ തുടങ്ങിയിട്ട് എനിക്ക് 2008 മുതലാണ് എനിക്ക് അമേരിക്ക എന്നാണ് എന്റെ കാശ് വരുന്നത്. അതായത് അമേരിക്കൻ കമ്പനി ആയിട്ടുള്ള ഗൂഗിളും യൂട്യൂബും ഒക്കെ അല്ലേ നമ്മളെ ജീവിപ്പിക്കുന്നേ. അപ്പൊ ഇത്രയും പൈസ നമുക്ക്, അതായത് നമ്മളെ ജീവിക്കാനായിട്ട് സാമ്പത്തികം തരുന്ന ഒരു രാജ്യമാണ് അമേരിക്ക എന്ന് പറയുന്നത്. അപ്പൊ ആ രാജ്യത്ത് വരിക എന്നുള്ളത് എന്റെ ഒരു വലിയൊരു ആഗ്രഹം കൂടിയായിരുന്നു. യു എസ് വിസയുടെ ഇന്റർവ്യൂവിന് പോയ സമയത്ത് പോലും ഞാൻ ആ കാര്യമാണ് പറഞ്ഞത്. ഞാൻ ജീവിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പൊ എനിക്ക് ആ രാജ്യത്ത് പോകാന്നുള്ള വലിയൊരു ആഗ്രഹമായിരുന്നു. അപ്പൊ അങ്ങനെ അമേരിക്കയിൽ വന്നു. ഇപ്പൊ വണ്ടി ഓടിക്കുന്നു, വിജനമായ വഴികളിലൂടെ വണ്ടി ഓടിക്കുന്നു. നമ്മള് നയാഗ്ര ഫോൾസ് കാണാൻ പോകുന്നു. അതുപോലെ നയാഗ്ര ഫോൾസ് അമേരിക്ക വരുന്ന എല്ലാവരും കാണാൻ പോകുന്ന ഒരു സ്ഥലമാണല്ലോ നയാഗ്ര ഫോൾസ്. അപ്പൊ അതും കണ്ടില്ലെങ്കിൽ പിന്നെ അതിനകത്ത് എന്താ ഒരു ത്രില്ല്. ഇപ്പൊ അവിടെ പോകുമ്പോ അറിയാം എന്താ ത്രില്ല് എന്നുള്ളത്. അമേരിക്ക വരുന്നവരെല്ലാം കരുതുന്നത് അമേരിക്ക എന്ന് പറയുന്നത് നമ്മളെ ടൈം സ്ക്വയറിലൊക്കെ കാണുന്ന പോലെ ബിൽഡിങ്ങുകൾ നിറഞ്ഞു നിൽക്കുകയാണ് എന്നൊരു ധാരണയാണ് മിക്ക ആൾക്കാർക്കും. പക്ഷെ നമ്മൾ ഇച്ചിരി ഉള്ള പ്രദേശങ്ങളിലോട്ട് പോകുന്തോറും ഇതേപോലുള്ള നമ്മുടെ ഈ വയനാട്ടിൽ കൂടെയൊക്കെ ഡ്രൈവ് ചെയ്യുന്ന പോലെയുള്ള സ്ഥലങ്ങളാണ് ഇവിടെ നോക്കുമ്പോൾ കാണാൻ പറ്റുന്നത്. അതെ, അത് പ്രതീക്ഷിച്ചിരുന്നോ? കൺട്രി സൈഡ് ഞാൻ കുറെ വീഡിയോസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. ഇപ്പം ഞാൻ ന്യൂയോർക്കിൽ നിന്നും നമ്മൾ വിട്ടിട്ട് ആ ന്യൂയോർക്കിലേക്ക് പോകുമ്പോ പാലം കടക്കുമ്പോ തന്നെ ഗ്രീനറി തുടങ്ങി. ആലോചിച്ച് നോക്കി, അതായത് ന്യൂയോർക്ക് നഗരത്തിൽ നിന്ന് ഒരു 10 മൈല് മാറിയാൽ തന്നെ ആ ഗ്രീനറി തുടങ്ങി. അതും ബുഷിയായിട്ട് നിൽക്കുന്ന ന്യൂയോർക്കിന്റെ നടുക്ക് ഒരു പാർക്കുണ്ട്, സെൻട്രൽ പാർക്ക്. അത് ഫുള്ള് ഗ്രീൻ ആണ്. ഞാൻ പോയില്ല, പോണം സെൻട്രൽ പാർക്ക്. അത് ശരിക്കും എന്നെ ഞെട്ടിച്ചു. കാരണം ന്യൂയോർക്കില് ഞാൻ അത്രയും എക്സ്പെക്ട് ചെയ്തില്ലായിരുന്നു, അത്രയും ഗ്രീനറി ഒന്നും എക്സ്പെക്ട് ചെയ്തില്ലായിരുന്നു. സോ ന്യൂയോർക്ക് എന്നെ ഭയങ്കരമായിട്ട് ആകർഷിച്ചു. ഞാൻ ഈ ഒരു യാത്ര അതാണല്ലോ ട്രെൻഡ് ഇപ്പോ, ഏറെ കയറാനുള്ള പരിപാടി. അപ്പൊ അങ്ങനെ ഇനി ഓരോ സംസ്ഥാനങ്ങളും കവർ ചെയ്യണം. അമേരിക്കയിലെ 50 സംസ്ഥാനങ്ങളും സഞ്ചരിക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം.
ഓക്കെ. അപ്പോൾ അലാസ്ക അടക്കം, അലാസ്ക, ഹവായി, അതെല്ലാം മാറി കിടക്കുന്നുണ്ടെന്നോ അല്ലേ? അലാസ്ക, ഹവായി അതടക്കം പോകണം എന്നാണ് ആഗ്രഹം. സാധിക്കട്ടെ എന്ന് വിചാരിക്കുന്നു. നമ്മൾ ആ ഹൈവേ എന്നൊരു ഡീറ്റൂർ എടുത്തിട്ട് ഇവിടെ ഒരു കൺട്രി സൈഡിൽ ഒരു മനോഹരമായിട്ടുള്ള ഒരു പെട്രോൾ പമ്പിൽ പെട്രോൾ അടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ എല്ലാം നമ്മൾ തന്നെ അടിക്കണം. അപ്പോൾ പെട്രോളിൻ്റെ പ്രൈസാണ് ഈ കാണുന്ന സംഭവം എന്ന് പറയുന്നത്. ഇതിനിവിടെയൊക്കെ പെട്രോളിന് 94, 96 അങ്ങനത്തെ ഓരോ സംഭവങ്ങളൊക്കെ ആയിരിക്കും കാണിക്കുക. ഈ 319 ഓൾ ടാക്സ് ഇൻക്ലൂഡഡ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ചേട്ടാ ഈ ഒരു സംഭവം വരുന്നത്? 319 ഓൾ ടാക്സ്. അപ്പൊ $3.19. അത് എത്ര ക്വാണ്ടിറ്റിക്ക്? ഗാലൻ. ഒരു ഗാലൻ എന്ന് പറഞ്ഞാൽ എത്ര ലിറ്റർ വരും? ഒരു 3 ലിറ്റർ ഉണ്ടോ? ഗൂഗിൾ എടുത്ത് തപ്പണം. എല്ലാവർക്കും അത് തന്നെയാണ് അവസ്ഥ. ഓക്കെ, അപ്പോൾ അത്രയും ഇതിനാണ് ഈ ഒരു പ്രൈസ് വരുന്നത്. നമുക്ക് 3.19 എന്ന് പറയുമ്പോഴത്തേക്കിന് ഏകദേശം ഒരു 300 രൂപ. എത്ര ലിറ്ററാ? 3 ലിറ്റർ 7. ലാഭമാണല്ലോ. ലാഭം വെറുതെ അല്ല, നിങ്ങളെ ഗ്യാസിന് വേണ്ടിയുള്ള ഈ ലോകത്ത് അടി ഉണ്ടാക്കുന്നത് എല്ലാ രാജ്യങ്ങളുമായിട്ടല്ലേ. അപ്പൊ പിന്നെ വില കുറച്ച് കൊടുക്കാണ്ടിരിക്കാൻ പറ്റുമോ അല്ലേ? അപ്പോൾ അവിടെ നിന്ന് അടിക്കണം. ഇതൊരു കിടില സ്ഥലമാട്ടെ, ഞാൻ കാണിച്ചു തരാം. നമ്മളിപ്പോൾ പെട്രോൾ അടിക്കാൻ നിന്ന ആ ഒരു സ്ഥലമാണ് ഈ കാണുന്നത്. അപ്പോൾ എന്തായാലും അമേരിക്കയിൽ വന്നിട്ട് നമ്മുടെ ഡ്രോൺ ഒന്ന് പറത്താമെന്ന് വിചാരിച്ചു. ആ ഒരു പമ്പ് സ്ഥിതി ചെയ്യുന്നത് ശരിക്കും ഒരു നദിയുടെ തീരത്താണ്. ആ നദിയുടെ തീരത്തുകൂടെ നമ്മൾ ഉള്ള റോഡ്, ആ ഒരു ഹൈവേ, ആ ഹൈവേയിലൂടെ ഒരു ചെറിയൊരു ഡീറ്റൂർ എടുത്തിട്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത്. വളരെ മനോഹരമായിട്ടുള്ള, ഇങ്ങനെ ബുഷിയായിട്ടുള്ള ആ ഒരു കാട് പോലെ നിൽക്കുന്ന ആ ഒരു പ്രദേശമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ശരിക്കും. അമേരിക്കയുടെ ആ ഒരു ഇൻറ്റീരിയർ ഭാഗങ്ങളിലേക്കൊക്കെ പോകുമ്പോഴത്തേക്കിനും ഇത്രയധികം ഭംഗി ഉണ്ടായിരിക്കും എന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടില്ല. കാരണം ഞാൻ അമേരിക്കയെ പറ്റി കണ്ടിട്ടുള്ള പല സ്ഥലങ്ങളും ഈ വിജനമായിട്ട് കിടക്കുന്ന പ്രദേശങ്ങളും അങ്ങനെയുള്ള പല സംഭവങ്ങളുമായിരുന്നു. അതെ, പല കാര്യങ്ങളും. വയലാർ ഇവിടെ വന്നിരുന്നേ പൊളിച്ചാന്. വയലാർ കവിത എഴുതി. പക്ഷെ വയലാറിന് പേര് ഇവിടെ നിങ്ങളില്ലേ അത്യാവശ്യം സംഭവങ്ങളൊക്കെ ചെയ്യാനായിട്ട്? എന്റെ ഡ്രോണിന്റെ അടുത്ത് ഒരു പരുന്ത് വട്ടമിട്ട് പറന്നുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല പരുന്തുണ്ട് ഇവിടെ. ഡ്രോൺ കാണുമ്പോഴത്തേക്കിന് ഈ പരുന്തുകൾക്ക് ഭയങ്കര പ്രശ്നമാണ്. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ദിസ് ഏരിയ ഇസ് റിയലി ബ്യൂട്ടിഫുൾ. ഇഷ്ടപ്പെട്ടു ആ ഒരു പച്ചപ്പും ഹരിതാപയും. അപ്പൊ നിങ്ങൾ പറയുന്നത് ഈ കാണുന്ന പ്രദേശം എല്ലാം വിന്റർ ആകുമ്പോഴത്തേക്കിനും സ്നോ വീഴുമെന്നാണോ പറയുന്നത്? എല്ലാം സ്നോ വീണ, എല്ലാം പൊഴിഞ്ഞ് ഈ കാണുന്ന മരങ്ങളെല്ലാം അങ്ങനെ സംഭവിക്കും. അതെ. ഓ, അത് ഭയങ്കരമായിട്ട് എനിക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റുന്നില്ല. അത്രയും വിന്റർ ഇവിടെ വരും എന്നുള്ളത്. ഈ ഭാഗം കംപ്ലീറ്റ് അങ്ങനെയാണ്. ഫുള്ള് ഇല പൊഴിഞ്ഞ് പിന്നെ ഒരു ഏപ്രിൽ മെയ് ആകുമ്പോഴത്തേക്ക് ബാക്ക് ടു ഇതുപോലെ ഒരു രക്ഷയില്ല കേട്ടോ. സംഭവം അടിപൊളിയാണ് ഗൈസ്. അങ്ങനെ ഞാൻ ഡ്രൈവർ സീറ്റിൽ നിന്നും മാറി പുറകിൽ വന്നിരിക്കുകയാണ്. അപ്പൊ മുമ്പിൽ രണ്ടുപേരും അവിടെ ചിറാപ്പുഞ്ചി മഴയത്ത് കേട്ടോണ്ട് ഓടിച്ചോണ്ടിരിക്കുകയാണ്. ഭയങ്കര ട്രെൻഡായി എല്ലാം പാട്ട്. ഒരു രക്ഷയില്ല. അടിപൊളിയാണ് ഗൈസ്. മൊത്തത്തിൽ പുറകിരിക്കാൻ അടിപൊളിയാട്ടോ. സംഭവം സെറ്റാണ്, നല്ല വണ്ടിയാ. ഷിനോദ് ബ്രോ, നിങ്ങൾ എത്ര തവണ നയാഗര ഫോൾസ് പോയിട്ടുണ്ട്? നാട്ടിൽ നിന്ന് വരുന്നവരുടെ ഒരു റിച്വൽ എന്ന് പറയുന്നത് ന്യൂയോർക്കിൽ എത്തിക്കഴിഞ്ഞാൽ ടൈംസ് സ്ക്വയർ കാണുക, പിന്നെ 9/11 മെമ്മോറിയൽ കാണുക, അതുപോലെ തന്നെ അടുത്തൊരു പരിപാടി എന്ന് പറഞ്ഞാൽ നയാഗര ഫോൾസിൽ പോവുക എന്നുള്ളതാണ്. അപ്പോൾ ആര് വന്നാലും അവരുടെ കൂടെ നയാഗര ഫോൾസിൽ പോവുക എന്നുള്ളൊരു പതിവായിട്ട് മാറിയിട്ടുണ്ട്. ഏകദേശം ഒരു 6-7 തവണ നയാഗര ഫോൾസിൽ ഡ്രൈവ് ചെയ്ത് പോയിട്ടുണ്ട്. മടുത്തല്ലേ? അങ്ങനെ പറയല്ലേ? നയാഗര ഫോൾസിന്റെ മുക്കും മൂലയൊക്കെ നമുക്ക് അറിയാമോ? മടുത്തു എന്ന് പറയാൻ പറ്റില്ല. ഫണ്ണാണ്, എക്സ്പീരിയൻസ് ആണ്. അതെ, ഓക്കെ. ഇപ്പൊ നിങ്ങൾ വന്ന് നിങ്ങളുടെ കൂടെ പോകുന്നു, ഒരു പ്രത്യേക എക്സ്പീരിയൻസ് ആണ്. ഞാൻ ഈ പറഞ്ഞ 4ാമത്തെ പ്രാവശ്യമാണ് അത്. ഇനി മുന്നോട്ട് പോകാനിരിക്കും. ഞാൻ ഷിനോദിനോട് പറഞ്ഞു നമുക്ക് നയാഗര ഫോൾസ് പോകാന്ന് പറഞ്ഞപ്പോഴത്തേക്കും അതെ ഒരു 10-600 കിലോമീറ്റർ ഓടിക്കാറുണ്ട്. ഞാൻ വണ്ടി ഓടിക്കാം, ഒരാളെ കൂടെ വിളിക്കാം. എനിക്ക് മടുത്തു ആ വഴിയൊക്കെ വണ്ടി ഓടിച്ചിട്ട്. ജോലിക്ക് പോകേണ്ട ആള് സിക്ക് വിളിച്ചു വന്നേക്കാണ്. സിക്കല്ല കേട്ടോ, സിക്കല്ലായിരുന്നു. അത് ഇന്ന് ശനിയാഴ്ചയാണ്, അവധി ദിവസമായിരുന്നോണ്ട് വന്നു തന്നെ ഉള്ളൂ. മാറ്റി പറഞ്ഞു. ഓക്കെ, അതാണ് സൺഡേ ഹോളിഡേ, സാറ്റർഡേ ഓൾസോ ഹോളിഡേ. അമേരിക്കയിൽ വന്നിട്ട് ആദ്യമായിട്ട് മക്ഡൊണാൾഡ്സിൽ കയറി ഫുഡ് കഴിക്കുകയാണ്. ഇവിടുത്തെ സാധാരണക്കാരുടെ, പാവങ്ങളുടെ ഭക്ഷണ കേന്ദ്രമാണ് മക്ഡൊണാൾഡ്സ് എന്ന് പറയുന്നത്. നമ്മൾ വരുന്ന വഴിക്ക് സ്ഥലത്ത് നിർത്തി ശരിക്കും നമ്മൾ ഇത്രയും സാധനങ്ങൾ, ബർഗറും ഫ്രൈസും എല്ലാം കൂടെ ഓർഡർ ചെയ്ത് $20. അത് അത്യാവശ്യം ഇവിടുത്തെ അഫോർഡബിൾ റേറ്റ് ആണെന്ന് പറയാം. പക്ഷെ ഞാൻ 5 ഗൈസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയായിരുന്നു. അവിടെ ഫ്രീ ആയിട്ട് കപ്പലണ്ടി കിട്ടും അല്ലേ? പോയിട്ടില്ലേ? 5 ഗൈസ് പോയിട്ടുണ്ട്. ഫ്രീ ആയിട്ട് കപ്പലണ്ടി കിട്ടത്തില്ല അവിടെ? കണ്ടിട്ടില്ല. 5 ഗൈസിൽ ഫ്രീ ആയിട്ട് കപ്പലണ്ടി കിട്ടും, പീനട്സ്. അവിടെ അങ്ങനെ കപ്പലണ്ടി ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും, നമുക്ക് എടുത്ത് കഴിക്കാൻ പറ്റും. അങ്ങനെ സെറ്റപ്പൊക്കെ ഉണ്ട്.
സോ ഏതൊരു ഒരു സ്ഥലത്ത് ഇങ്ങനെ പോകുന്ന വഴിക്ക് വണ്ടി നിർത്തി അവിടെ നിന്ന് നമ്മൾ ബർഗർ ഗൈസ്, ബർഗർ, ചിക്കൻ നഗറ്റ്സ്, ബർഗർ. താങ്ക് യു. ഇവിടെ വന്നു കഴിഞ്ഞാൽ ബഫല്ലോ സോസ് എന്ന് പറഞ്ഞാൽ എവിടെ എന്ത് കണ്ടാലും വാങ്ങിച്ചോണം, അടിപൊളിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ ബഫല്ലോ സോസ്, ഈ കണ്ടിരിക്കുന്ന ബഫല്ലോ സോസാണ്. ഇത് സ്പൈസി ചിക്കനകത്ത് ഇട്ടിരിക്കുന്ന ബഫല്ലോ സോസാണ്. പാറ്റി സെയിമാണ്, ഇതിനകത്ത് ബഫല്ലോ സോസ് ഇട്ട് തരും. ബഫല്ലോ എന്ന് പറയുന്ന സ്ഥലമുണ്ടല്ലോ, നമ്മുടെ ഇപ്പോൾ പോകാൻ പോകുന്ന അങ്ങോട്ടേക്കാണ്, ന്യൂയോർക്ക്, അവിടെ എന്താ പറയുക, നാഗറ ഫോൾസിന് അടുത്തുള്ള സ്ഥലം ബഫല്ലോ എന്നാണ് പറയുന്നത്. ഈ അവിടെ നിന്ന് വരുന്ന അല്ലെങ്കിൽ അവിടത്തെ ആയിരിക്കും, അങ്ങനെ ആയിരിക്കും പേര് വന്നെന്ന് തോന്നുന്നു, എന്തെങ്കിലുമൊക്കെ ബന്ധം ഉണ്ടാവും. സോ ബഫല്ലോ സോസിന് എവിടെ നിന്ന് എന്ത് കണ്ടാലും വാങ്ങിച്ചു, അടിപൊളിയായിരിക്കും. സമയം 3:30 ഗൈസ്. നമ്മൾ എവിടെയും എത്തിയിട്ടില്ല. പകുതി വഴിയായോ? പകുതി വഴിയായി തോന്നുന്നു. പകുതി വഴിയായി. 3 മണിക്കൂർ ഇനിയുണ്ടോ? 3 മണിക്കൂർ കഴിഞ്ഞില്ലേ? ഇതെന്താണ് മൈലൊന്നും ഓടി തീരുന്നില്ലല്ലോ. എന്തൊരവസ്ഥ എന്നൊക്കെ. GMCയുടെ ഒക്കെ വണ്ടികൾ കണ്ടോ ഗൈസ്? നോക്കിയാൽ നല്ല അടിപൊളി വണ്ടികൾ. GMC എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ചെറിയ വലിയ ട്രക്കുകൾ മുതൽ ചെറിയ കുഞ്ഞു വണ്ടികൾ നമുക്ക് കാണാൻ സാധിക്കും. അമേരിക്കൻ ഫ്ലാഗുകളൊക്കെ ഇങ്ങനെ പാറിപ്പറക്കുന്നുണ്ടാവും. ബ്രോ, ഞാനേ ഇവിടെ ഇഷ്ടം പോലെ നെറ്റ്ഫ്ലിക്സ് സീരീസുകളില് ഈ പോലീസ് പുറകെ വന്ന് സൈറനടിച്ച് വണ്ടി നിർത്തിക്കുന്ന കണ്ടിട്ടുണ്ട്. അപ്പോ നമ്മുടെ റെനി വിചാരിച്ചാൽ അതൊക്കെ നമുക്കൊന്ന് ലൈവായിട്ട് കാണിച്ചു കൊടുക്കാൻ പറ്റും വീഡിയോയില്. റെനി വിചാരിക്കോ? എനിക്ക് പോലീസ് പിടിക്കുന്ന എങ്ങനെയാണെന്നൊന്ന് കാണണം. ഇവിടെ പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യണ്ട? വണ്ടിയിൽ സ്റ്റിയറിംഗ് കൈ എടുക്കാതെ വിട്ടിരിക്കണം അല്ലേ? ഓക്കെ. മിണ്ടിയിലെന്താ തോക്കെടുക്കോ? നമ്മള് കണ്ടിട്ടില്ലേ, ഞാൻ റൂക്കി കണ്ടോണ്ടിരിക്കുമ്പോഴത്തേക്കും കാണുന്നത് സ്ഥിരം അതെ. ജോൺ നോളനും നൈല ഹാർപ്പറും കൂടെ പോയിട്ട് വണ്ടി സ്റ്റോപ്പ് ചെയ്യിപ്പിക്കും. പുറകെ പോയിട്ട് 3 പറഞ്ഞിട്ട് ഹോൺ അടിക്കും. അപ്പൊ നമ്മള് വണ്ടി സ്റ്റോപ്പ് ചെയ്യണം. വണ്ടി സ്റ്റോപ്പ് ചെയ്തിട്ട് അവര് വന്നിട്ട് ലൈസൻസ് ആൻഡ് രജിസ്ട്രേഷൻ നമ്പർ, രജിസ്ട്രേഷൻ പ്ലേറ്റ് നീ ചോദിക്കും. അന്നേരം അത് എടുത്ത് കൊടുക്കുക. എന്നിട്ട് കൈയൊക്കെ അവിടെ മര്യാദയ്ക്ക് അവരെ കാണുന്ന പോലെ ഇരിക്കുക. എന്നിട്ട് എന്തെങ്കിലും ഉണ്ടോ അവർ ചോദിക്കുക. അങ്ങനെയൊക്കെയാണ് പരിപാടി. അതൊക്കെ സീരീസിൽ കണ്ടിട്ടുള്ള പരിപാടിയാണ്. അങ്ങനെയൊക്കെ തന്നെയല്ലേ പരിപാടി? അങ്ങനെയൊക്കെ തന്നെയാണ്. 1-2 റൂളുണ്ട്. ഒന്ന്, നമ്മുടെ നാട്ടിൽ ചെയ്യുന്ന പോലെ കാറിന് വെളിയിൽ ഇറങ്ങാൻ ശ്രമിക്കരുത്. അടി കിട്ടത്തൊന്നുമില്ല. ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഗണ്ണ് ലൈസൻസ് ഉള്ളതുകൊണ്ട് ഒരു പ്രശ്നമാണ്. അപ്പം കാറിന് വെളിയിൽ ഇറങ്ങി കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ ഗണ്ണുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അതുകൊണ്ടാണ് കൈ ഇങ്ങനെ സ്റ്റിയറിങ്ങിന് വേണ്ടി വെക്കണം എന്ന് പറയുന്നത്. അപ്പം കയ്യില് ഗണ്ണൊന്നുമില്ല. കാരണം ഇവിടെ ഇഷ്ടംപോലെ ഇൻഷുറൻസ് ഡെയിലി നടക്കുന്നുണ്ട്. പോലീസ് ഓഫീസേഴ്സ് കൊല്ലപ്പെടുന്ന ഇൻഷുറൻസ് നടക്കുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പോലീസ് എന്ന് പറയുന്നത് സർവീസ് എന്നുള്ള ഒരു ഐഡിയ ആണ് ഇവിടെ മെയിൻ ആയിട്ടുള്ളത്. പക്ഷെ അവര് നല്ല ഫിസിക്കലി ഫിറ്റ് ആയിരിക്കും. അവരെ അറ്റാക്ക് ചെയ്യാൻ ആര് വന്നാലും അവർ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അല്ലാത്ത പക്ഷം സർവീസ് എന്നുള്ള ഒരു ഐഡിയ ഉള്ളത് കൊണ്ട് അവര് ഡ്രൈവറിന്റെ അടുത്ത് ചെല്ലണം എന്ന് തന്നെയാണ് ഇവിടുത്തെ ഒരു കോൺസെപ്റ്റ്. അപ്പൊ അവര് നടന്ന് അടുത്ത് ചെന്ന് ഈ സംഭവങ്ങളെല്ലാം മേടിച്ച് നിഷ്പക്ഷമായിട്ടുള്ള രീതിയിൽ നിലപാടെടുക്കണം എന്നുമാണ്. പക്ഷെ മിക്കവാറും ഒക്കെ എനിക്ക് തോന്നുന്നു എന്റെ പല സുഹൃത്തുക്കൾക്കും ഒക്കെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. പല സന്ദർഭങ്ങളിലും ഒക്കെ ഇത്തവണ പൊക്കോ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് ഒഴിവാക്കി വിട്ടിട്ടുള്ള പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം നാട്ടിൽ നിന്ന് എനിക്ക് വ്യത്യസ്തമായിട്ട് തോന്നിയിട്ടുള്ളത്, റോഡിൽ നിർത്തി സ്റ്റോപ്പ് ചെയ്ത് വണ്ടി പരിശോധിക്കുന്ന പരിപാടിയില്ല ഇവിടെ. നിങ്ങൾ ഇവിടെ എവിടെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല, കണ്ടില്ല. വളരെ റെയർ ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ മാത്രം വലിയ ഒരു എമർജൻസി സിറ്റുവേഷനോ ത്രട്ടോ ഒരു എന്തെങ്കിലും അറ്റാക്കോ അങ്ങനെങ്കിലും ഉണ്ടാകുന്ന സമയത്ത് മാത്രമേ അവര് വണ്ടിക്കകത്തോട്ട് കുനിഞ്ഞ് നിങ്ങൾ ആരാ, എവിടെ പോകുന്നു എന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നുള്ളൂ. അല്ലാത്തടത്തോളം നിങ്ങൾ ആരാണ്, എവിടെ പോകുന്നു, എന്തിനു പോകുന്നു, ഈ ചോദ്യങ്ങളൊന്നും ചോദിക്കില്ല. നമ്മളെ പുള്ളോറി എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തിനു പോകുന്നു, എവിടെ പോകുന്നു, എന്ത് ഉദ്ദേശത്തിന് പോകുന്നു, ഇതൊന്നും അവരുടെ ചോദ്യമല്ല. ഓൺലി തിങ് നിങ്ങള് എന്തെങ്കിലും ഒരു ഇൻഫ്ലുവൻസിലാണോ, എന്തെങ്കിലും ഒരു ഡ്രഗിന്റെ വല്ല ഇൻഫ്ലുവൻസിലാണോ, നിങ്ങൾ മറ്റുള്ളവർക്ക് ഡേഞ്ചർ ഉണ്ടാക്കുമോ എന്നുള്ള കാര്യമാണ് അവർക്ക് അറിയേണ്ടത്. അതിനാണ് മിക്കവാറും നടത്തി നോക്കുന്നത്. ഈ വണ്ടിയുടെ ഫ്രണ്ടിലോട്ട് ചില ഇറങ്ങി വന്ന് നടക്കാൻ പറയും. ബാലൻസ് ആയിട്ടൊക്കെ നടന്നു കഴിഞ്ഞാൽ പൊക്കോളാൻ പറയും. ഇല്ലല്ലോ, ഊതിപ്പിക്കുന്ന പരിപാടി കണ്ടിട്ടേ ഇല്ല. എന്താ എവിടെയും ഞാൻ കണ്ടില്ല. ഊതിപ്പിക്കാന്നുള്ള പരിപാടിയില്ല. വേസ്റ്റ് കേസ് നടക്കാൻ പറയും. ബാലൻസ് ആയിട്ട് നല്ല രീതിയിൽ നടന്നു പോകുന്നുണ്ടെങ്കിലൊക്കെ മിക്കവാറും ബ്രോ. അപ്പോ എങ്ങനെ എനിക്ക് പോലീസ് ലൈവായിട്ട് പിടിക്കുന്ന എങ്ങനെയാന്ന് വീഡിയോ ചിത്രീകരിക്കാൻ ടെക് ട്രാവലറിന് വേണ്ടി സഹകരിക്കുമോ? ബ്രോ ഒന്ന് ആഞ്ഞ് പരിശ്രമിച്ചാൽ നമുക്കത് കാണിച്ചു കൊടുക്കാൻ പറ്റും ലൈവായിട്ട്. അല്ല, പോലീസുകാരുടെ വണ്ടി കാണുമ്പോഴത്തേക്കിനും സ്റ്റേറ്റ് പോലീസ് വേണ്ട, ഏതെങ്കിലും പോലീസുകാരുടെ വണ്ടി കാണുമ്പോൾ ഇച്ചിരി ഓവർ സ്പീഡ് ചെയ്ത് വെട്ടിച്ച് തിരിച്ചെന്ന് മറിച്ചാൽ മതി. അവന്മാര് വന്ന് പുള്ളോർ ചെയ്തോളും. ഞാൻ കൈ കാണിക്കാൻ വേണമെങ്കിൽ അവരെ കൈ കാണിച്ച് പോലീസുകാരെ നിർത്താൻ വഴിയില്ല. അതിനെ കണ്ടു കഴിഞ്ഞാൽ അവിടെ നിർത്തിയിട്ട് കാര്യമില്ല.
അയ്യോ അടിപൊളി. നമ്മളങ്ങനെ മലയാളം പാട്ടൊക്കെ കേട്ട് പഴയ മലയാള ഗാനങ്ങളൊക്കെ കേട്ട് അമേരിക്കയുടെ ഗ്രാമാന്തരങ്ങളിലൂടെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ നമുക്ക് പോർന്ന വഴിക്ക് ഇവിടെ ഒരു റെസ്റ്റ് ഏരിയ ഉണ്ട്, അവിടെ ഒന്ന് നിർത്തിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഹൈവേയിലൂടെ ഈ മണിക്കൂറുകളോളം വണ്ടി ഓടിച്ച് പോകുന്ന ആളുകൾക്ക് റെസ്റ്റ് എടുക്കുന്നതിന് വേണ്ടിയുള്ള സ്ഥലമാണ്. അപ്പോൾ ഇവിടെ ആളുകൾക്ക് മാത്രമല്ല, ഈ ഡോഗ് ഏരിയ എന്നും പറഞ്ഞുകൊണ്ടൊരു സ്ഥലമുണ്ട്. അതായത് പട്ടികളെ നടത്താൻ കൊണ്ടുപോകുന്നതിന് വേണ്ടി പോലും ഇവിടെ ഒരു സ്ഥലമുണ്ട്. ഈ പട്ടികൾക്ക് ഈ വണ്ടിക്കകത്തിരുന്ന് ബോറടിക്കുമല്ലോ, അപ്പോൾ അങ്ങനെയുള്ള പട്ടികൾക്ക് അവരെ ഇടയ്ക്ക് ഇങ്ങനെ നടത്തുന്നതിന് വേണ്ടിയുള്ള സ്ഥലമാണ്. ഈ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോഴത്തേക്കിനും ആൾക്കാർ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് പട്ടികളെ കൊണ്ട് നടത്താനൊക്കെ പോയതല്ലോ. ഈ പട്ടികൾക്ക് ഇടയ്ക്കിടയ്ക്ക് നടത്തണം, ഇല്ലെങ്കിൽ നമ്മളെപ്പോലെ അവർക്കും ബോറടിക്കും. അങ്ങനെയാണ് പട്ടികൾ. അപ്പോൾ അതിനുള്ള സ്ഥലം. അപ്പോൾ ഇവിടെ ഇതൊരു ഫ്രീ ആയിട്ട് ഈ ഹൈവേ സൈഡിൽ പണിത് വെച്ചിരിക്കുന്ന ഒരു റെസ്റ്റ് ഏരിയ ആണ്. ഇവിടെ ആളുകൾക്ക് വാഹനമൊക്കെ നിർത്തി വേണമെങ്കിൽ അവിടെ പോയിരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കാം. അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. ധാരാളം വാഹനങ്ങൾ ഇങ്ങനെ നിർത്തിയിട്ടുണ്ടാവും. അത് മാത്രമല്ല ഇവിടെ നമുക്ക് ഒരു റെസ്റ്റ് ഏരിയ എന്ന് പറയുമ്പോഴത്തേക്കിനും ഒരു റെസ്റ്റ് റൂമും കാര്യങ്ങളും പരിപാടികളൊക്കെ ഉണ്ടാവും. ഇതൊക്കെ ഫ്രീ ആണ്. പിന്നെ ചില സ്ഥലങ്ങളിൽ കടകളൊക്കെ ഉണ്ടാവും. ഇവിടെ ഇപ്പോൾ കടകളും കാര്യങ്ങളൊന്നുമില്ല. അപ്പുറത്ത് ട്രക്ക് അതുണ്ട്. അതായത് വേണമെന്നുണ്ടെങ്കിൽ ഉറക്കം വരികയാണെങ്കിൽ കുറച്ച് നേരം വണ്ടി നിർത്തി കിടന്നുറങ്ങാം. അതിനാണ് പരിപാടി. ഈ ക്യാമറ വാഹനം കൊണ്ടൊക്കെ പോകുമ്പോൾ ഇവിടെ നിർത്തി കിടന്നുറങ്ങാൻ പറ്റുമോ? RV ആണ്. RVക്ക് പ്രത്യേകം സ്പോട്ട് കാണും. RV സ്പോട്ടിൽ പറ്റത്തുള്ളൂ. പക്ഷെ അങ്ങനെ RV സ്റ്റോപ്പ് അവിടെ ഉണ്ട്, അവിടെ നിർത്താം അല്ലേ? താമസിക്കാൻ പ്രയാസമല്ലേ? RVക്കകത്ത് കിടന്നുറങ്ങത്തില്ലേ? അങ്ങനെയൊക്കെ ചെയ്യത്തില്ലേ? അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട്. ദാറ്റ്സ് നൈസ്. നല്ലൊരു മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം. ഇവിടെ കുറേ മാപ്പൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതെന്താ സംഭവം? ഇത് മാഗസിൻസ് ആണ് കേട്ടോ. ഇത് കണ്ടോ, ഇങ്ങനെ ബഫല്ലോ നയാഗ്ര എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ കുറേ മാഗസിൻസ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇതുള്ള പരിപാടി. നയാഗ്ര ഫോൾസിൻ്റെ കുറേ മാഗസിനാണ്. കാരണം ബഫല്ലോ ആ ഭാഗത്തേക്കാണല്ലോ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ അങ്ങനത്തെ കുറേ സെറ്റപ്പുകളാണ്. ഇതൊക്കെ വേണമെങ്കിൽ എടുക്കാം. എനിക്ക് തോന്നുന്നു ഇത് മൊത്തം ഈ പറഞ്ഞ പോലെ ഈ ജനസി കൗണ്ടി എന്ന് പറയുന്ന ഒരു ന്യൂയോർക്കിലെ ഒരു കൗണ്ടിയിലാണെന്ന് തോന്നുന്നു. ഇവിടെ കംപ്ലീറ്റ് ഇതുപോലെയുള്ള മാഗസിൻസ് ആണ് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് കണ്ടില്ലേ, കുറേ മാഗസിൻസ് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ആളുകൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് എടുക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന പരസ്യങ്ങളാണ് കൂടുതലും ഇതിനകത്ത്. ഇപ്പോൾ ഇത് ഈ പറഞ്ഞ നയാഗ്ര ഫോൾസ് ദ ട്രാവൽ ഗൈഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കുറേ സാധനങ്ങളൊക്കെയാണ് വെച്ചിരിക്കുന്നത്. ഹിസ്റ്റോറിക് ന്യൂയോർക്ക്, ദ ജനസി വാലി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ ഒരു ചരിത്രമൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു വലിയൊരു ബോർഡ് ഇവിടെ വെച്ചിട്ടുണ്ട്. ശരിക്കും ഈ ഒരു റെസ്റ്റ് ഏരിയയിൽ ഒരൊറ്റ മനുഷ്യനില്ല കേട്ടോ. ഇവിടെ ആരുമില്ല. അതായത് വരുന്ന ടൂറിസ്റ്റുകളല്ലാതെ ഇവിടെ ക്ലീനിങ് സ്റ്റാഫോ പൈസ വാങ്ങുന്നവരോ അല്ലാതെ ആരുമില്ല. ഇവിടെ ആകെ ഉള്ളതൊരു ചെറിയൊരു പെപ്സിയുടെ ഒരു വെൻഡിങ് മെഷീനാണ്, വേറൊരു സംഭവമില്ല. അത്യാവശ്യം കുഴപ്പമില്ലാതെ നീറ്റായിട്ട് ഇട്ടിരിക്കുന്ന ടോയ്ലറ്റ് തന്നെയാണ്. അത് ആരും വരുന്നവരാണെങ്കിലും അത് വൃത്തിയാക്കി സൂക്ഷിക്കുന്നുണ്ട്, പോകുന്നവരാണെങ്കിലും അത് വൃത്തിയാക്കി സൂക്ഷിക്കുന്നുണ്ട്. വിജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ വിജനമാണ് കേസ്. മൊത്തത്തിൽ വിജനമാണ്, വിജനത്തോടെ വിജനം. ശരിക്കും ഉണ്ടല്ലോ, നയാഗ്ര ഫോൾസ് കാണാൻ പോകാനായിട്ട് നമുക്ക് ന്യൂയോർക്കിൽ നിന്നും പല രീതിയിൽ പോകാം. ന്യൂയോർക്കിൽ നിന്ന് ഏറ്റവും ഈസി ഫ്ലൈ ചെയ്യാനാണ്. ബഫല്ലോ ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്ന് പറഞ്ഞ എയർപോർട്ടുണ്ട്. അത് അവിടേക്ക് ഫ്ലൈ ചെയ്യാം. പക്ഷേ ഫ്ലൈയിങ് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. നമുക്ക് കാർ ഓടിച്ചു പോകാം, റെൻ്റ് കാർ എടുത്ത് പോകാം. പിന്നെ ന്യൂയോർക്കിൽ നിന്നും ബസ്സുകൾ അവൈലബിൾ ആണ്. ഫ്ലിക്സ് ബസ്സൊക്കെ അവൈലബിൾ ആണ്. ഒരു 8 മണിക്കൂർ 10 മണിക്കൂർ എടുക്കും. പിന്നെ ട്രെയിനിൽ പോകാൻ പറ്റും. അങ്ങനെ പല രീതിയിൽ ബഫലോയിലേക്ക് പോകാൻ സാധിക്കും. പിന്നെ ഏറ്റവും ഈസി ആയിട്ട് ചീപ്പായിട്ട് നയാഗ്ര ഫോൾസ് കാണണമെങ്കിൽ കാനഡയിൽ പോയി കാണുക എന്നുള്ളതാണ്. അതാണ് എനിക്ക് മനസ്സിലായ ഒരു സംഭവം. ശരിയല്ലേ? കാനഡയാണ് വ്യൂ കുറച്ചുകൂടെ ഭംഗിയും അതേപോലെ തന്നെ ചീപ്പായിട്ട് നമുക്ക് താമസവും. പിന്നെ എനിക്ക് തോന്നുന്നു ടൊറന്റോ എയർപോർട്ടിൽ പോകാം അല്ലേ? അവിടെ നിയർ ബൈ അല്ലേ? ടൊറന്റോ സിറ്റി നിയർ ബൈ ആണ് കാനഡ. മലയാളി റെസ്റ്റോറൻറ്റുകളൊക്കെ കൂടുതൽ കാനഡയിലാണ്. ബഫലോയിലും ഉണ്ടോ? ബഫലോയിലുണ്ട്. ന്യൂയോർക്ക് ഏരിയയിലൊക്കെ കൂടുതൽ കാനഡ ഏരിയയിലാണ് കൂടുതൽ ആൾക്കാർ പോകുന്നത്. അപ്പോൾ ഈ 2 രാജ്യങ്ങളുടെ വിസ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ഒരിടത്ത് പോയിട്ട് നമുക്ക് ബൈ റോഡ് വേണമെങ്കിൽ അങ്ങോട്ടേക്ക് ക്രോസ് ചെയ്യാം, അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ക്രോസ് ചെയ്യാം, അങ്ങനെയൊക്കെ ചെയ്യാം. അമേരിക്കയിലുള്ള മിക്ക ആൾക്കാരും പോകുന്നത് അമേരിക്കൻ സൈഡ് കാണും, പിന്നെ ക്രോസ് ചെയ്ത് നയാഗ്ര സൈഡ് കാണും, അവിടെ താമസിക്കും, വണ്ടി ഓടിച്ച് പിന്നെ തിരിച്ചു വരും, വണ്ടി ഓടിച്ചു. അവിടെ താമസിക്കുന്നതാണ് ചീപ്പ്. ഞാൻ നോക്കിയപ്പോൾ അതങ്ങനെ കണ്ടത്. അവിടെ തന്നെ കാട്ടി ചീപ്പായിട്ടുള്ള സ്റ്റേ അവിടെയാണ്. എന്തായാലും നൈസ്. നിങ്ങൾ പോയിട്ടുണ്ടോ വണ്ടി ഓടിച്ച് അപ്പുറത്തോട്ട്? ഇല്ല, ഞാൻ പോയിട്ടുണ്ട്. ആണോ? ഓക്കെ, എന്നാൽ പോവാം നമുക്ക്. അല്ല അങ്ങോട്ടല്ല, നമുക്ക് ബഫലോയിലേക്ക് പോവാം. ബ്രോ, ഇതിപ്പോ നമ്മുടെ ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൽ കൂടെ പോകുന്നവരുണ്ടല്ലോ, 2 സൈഡിലും പാടങ്ങള്. ആ പാടങ്ങൾക്ക് നടുവിലൂടെ വഴിയിലൂടെ നമ്മൾ പോകുന്നു. ഇപ്പൊ ഹൈവേ ഒക്കെ വിട്ടിട്ട് നമ്മളിപ്പോ ഒരു ചെറിയ വഴിയിലേക്ക് പ്രവേശിച്ചു. നമ്മളിപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള പ്യുവർ ഗ്രാമങ്ങളിലൂടെയാണ് പോകുന്നത്. 2 വശത്തും എനിക്ക് കാണാൻ സാധിക്കുന്നത് അതിമനോഹരമായിട്ടുള്ള കൃഷിസ്ഥലങ്ങൾ. അതിനകത്ത് പലതരത്തിലുള്ള കൃഷികൾ നടക്കുന്നു, ചോളവും പിന്നെ വേറെ എന്തൊക്കെയോ പരിപാടികളൊക്കെ. അതിനിടയ്ക്കൊക്കെ കർഷകരുടെ ഇതെന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള
വളരെ മനോഹരമായിട്ടുള്ള വീടുകൾ, ഈ കൃഷിസ്ഥലങ്ങൾക്ക് നടുവിൽ തന്നെ ഇവരുടെ ഒരു റോഡ് സൈഡിൽ തന്നെ മതിലുകളൊന്നും ഇല്ലാതെയുള്ള വീടുകളെന്ന് പറയുമ്പോഴത്തേക്കിനും അത് കാണാനായിട്ട് വളരെ മനോഹരമാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. നമുക്ക് യൂറോപ്പിൽ പോലും ഇത്തരത്തിലുള്ള വീടുകളൊന്നും കാണാൻ സാധിക്കില്ല. ഇറ്റ്സ് റിയലി ഗ്രേറ്റ്, സംതിങ് വിച്ച് ഈസ് യുണീക്ക് എന്നൊക്കെ പറയേണ്ടിയിരിക്കുന്നു. ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അമേരിക്കയുടെ ഗ്രാമ കാഴ്ചകൾ ഈസ് റിയലി ഇൻട്രസ്റ്റിംഗ്. സർ, ചായ, കോഫി, ജ്യൂസ്, കോക്ടെയിൽ, ഗ്രീൻ അത് വേണേ ആവാം. അവസാനം പറഞ്ഞത് വേണേ ആവാം. ആദ്യം പറഞ്ഞ ഒന്നും വേണ്ട. നെഹി നമ്മൾ എത്താറായോ? എത്താറായോ? 53 മിനിറ്റും കൂടെ കഴിഞ്ഞാൽ നമ്മള് നയാഗ്ര ഫോൾസിൽ പോയിട്ട് വെള്ളച്ചാട്ടം കാണണ്ടേ? നമുക്ക് കാണണ്ടേ വെള്ളച്ചാട്ടം? നമുക്ക് രാത്രിയിൽ കാണാം. ഓക്കെ. ലൈറ്റിന്റെ വെട്ടത്തിൽ ബാറ്റിൽസ് ഓഫ് വേൾഡ് വാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തൊക്കെയോ സ്തൂപങ്ങളൊക്കെ കാണാം. ഗ്രാമം എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോ നമുക്ക് പതുക്കെ നമ്മൾ ബഫല്ലോ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തും. അവിടേക്കാണ് ഇപ്പൊ പോകുന്നത്. ഇവിടുത്തെ വീടുകൾക്കൊന്നും മതിലില്ലാത്ത എന്താണ് സംഭവം? ഇവിടെ ഒരു വീടിന് മതിൽ കാണുന്നില്ലല്ലോ. ഇവർക്ക് അതിർത്തി പ്രശ്നങ്ങളൊന്നുമില്ലേ? മതിലുകളില്ലാത്തതിന് 1-2 കാരണങ്ങൾ പറയുന്നത്. ഒന്ന്, അവർ പറയുന്നത് അത് ബ്ലൈൻഡ് സ്പോട്ട് ക്രിയേറ്റ് ചെയ്യുമെന്നുള്ളതാണ് ഡ്രൈവേഴ്സിന്. നാരോ റോഡുകളിലൊക്കെ 2 സൈഡിലും മതിൽ കെട്ടി വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്തുനിന്ന് വരുന്ന വണ്ടികളെ ശരിക്കും കാണാൻ പറ്റത്തില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാരണം പറയുന്നത്. രണ്ടാമത്, എയർ സർക്കുലേഷൻ നല്ലവണ്ണം ഉണ്ടായിരിക്കണമെന്ന് അവർക്ക് നിർബന്ധമാണ്. അവർക്ക് മുറ്റത്തൊക്കെ വെളിയിൽ ഇറങ്ങിയിരിക്കുന്നത് നല്ലവണ്ണം കാറ്റ് വരണം എന്നുള്ളത് നിർബന്ധമാണ്. പിന്നെ പണ്ട് മുതലേ ഉള്ളൊരു ഡിസൈൻ ഉണ്ട്. ഒരു 1910-കളിലൊക്കെ ആണെന്ന് തോന്നുന്നു ഇവിടെ ഈ ടൗണുകളൊക്കെ ശരിക്കും ഉരുത്തിരിഞ്ഞ് വരാൻ തുടങ്ങിയത്. അപ്പോൾ അന്ന് മുതലേ ടൗണ് കൊടുത്ത ഒരു ഡിസൈൻ അനുസരിച്ചാണ് ഈ വീടുകളെല്ലാം ഇങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത്, വീടുകളും റോഡുകളുമെല്ലാം. അപ്പോൾ അന്ന് മുതലേ ഫ്രണ്ടിൽ പുൽത്തകിടി എന്നുള്ളൊരു നിയമമാണ്. ആ നിയമം പിന്നെ ആരെയും അത് നല്ല ഭംഗിയായിട്ട് എല്ലാവർക്കും തോന്നി. അത് പിന്നെ എല്ലാവർക്കും അങ്ങ് കോമൺ ആക്കി. അപ്പോൾ ഒരാൾക്ക് മാത്രം എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു ഏരിയയിൽ പോയി എൻ്റെ ഇഷ്ടത്തിന് മാത്രം അനുസരിച്ചുള്ള രീതിയിൽ ലാൻഡ്സ്കേപ്പ് മാറ്റാൻ പറ്റത്തില്ല. വീടിനകത്ത് നമുക്ക് മോഡിഫിക്കേഷനൊക്കെ വരുത്താൻ പറ്റും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്. പക്ഷെ ആ ലാൻഡ്സ്കേപ്പ് ഏകദേശം ആ കമ്മ്യൂണിറ്റിക്ക് എല്ലാം പൊതുവായിട്ടുള്ള രീതിയിൽ കീപ്പ് ചെയ്യണമെന്നുള്ളത് നിർബന്ധമാണ്. പുല്ല് വെട്ടിയില്ലെങ്കിൽ ഫൈൻ കിട്ടും. നമ്മുടെ വീടും പരിസരവും വൃത്തിയാക്കി സൂക്ഷിക്കണം. നമ്മുടെ വീടും പരിസരവും വൃത്തിയാക്കി സൂക്ഷിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. നമ്മുടെ വീടും പരിസരവും മാത്രമല്ല, നമ്മുടെ വീടിരിക്കുന്ന ഭാഗത്തെ ആ റോഡിന്റെ സൈഡും നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമ്മളാണ് അത് കോൺക്രീറ്റ് ഇട്ട്, ആ വാക്ക് വേ ഉണ്ടല്ലോ, ആളുകൾ നടക്കുന്ന സ്ഥലം കോൺക്രീറ്റ് ഇട്ട് നീറ്റാക്കി അപകടങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ സൂക്ഷിക്കണം. അവിടെ ചപ്പയവറുകളൊന്നും ഇടാൻ പാടില്ല. ആ നടക്കുന്നിടത്ത് ആരെങ്കിലും തെന്നി വീഴുകയോ കാല് തട്ടി വീഴുകയോ ഒക്കെ ചെയ്താൽ ഒരു സാധ്യതയുണ്ട്, വേണമെങ്കിൽ നമുക്കെതിരെ സൂ ചെയ്യുന്നതിനുള്ള സാധ്യതയുണ്ട്. നമ്മളിങ്ങനെ വരുമ്പോഴത്തേക്കും വളരെ മനോഹരമായിട്ടുള്ള ഒരു പാലത്തിലൂടെ നമ്മൾ കയറും. ആ പാലം എന്ന് പറയുന്നത് നയാഗ്ര നദിക്ക് മുകളിലൂടെയുള്ള പാലമാണ്. അതായത് നയാഗ്ര ഫോൾസ് എന്ന് പറയുന്നത് ശരിക്കും നയാഗ്ര നദിയിലാണ് നയാഗ്ര ഫോൾസ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ശരിക്കും കാനഡയിൽ നിന്നും അമേരിക്കയിലേക്ക് ഒഴുകി വരുന്ന വെള്ളം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കാനഡയിലെ ലേക്കിൽ നിന്നും അമേരിക്കയിലെ ലേക്കിലേക്ക് വരുന്ന കാനഡ നദിയിലൂടെ വരുന്ന വെള്ളമാണ് നയാഗ്ര ഫോൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു വളരെ മനോഹരമായിട്ടുള്ള പാലം കയറി ഇറങ്ങി 5 മൈലും കൂടെ സന്ദർശിച്ചാൽ നമുക്ക് നയാഗ്ര ഫോൾസിന് അടുത്താം. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യത്തിലൊരു മിസ്റ്റേക്ക് ഉണ്ട്, സോറി കേസ്. ഇത് അമേരിക്കയിൽ നിന്ന് കാനഡയിലേക്ക് പോകുന്ന വെള്ളമാണ്, അതാണ് സംഭവം. അതായത് ലേക്ക് എഴി എന്ന് പറയുന്നത് അമേരിക്കയിലെ ലേക്കും, ആ ലേക്ക് എഴിയിൽ നിന്നും വെള്ളം കാനഡയിലെ ലേക്ക് ഒണ്ടാരിയോ എന്ന് പറഞ്ഞ പ്രൊവിൻസിലുള്ള ലേക്ക് ഒണ്ടാരിയോയിലേക്ക് പോകുന്ന വെള്ളമാണ് ഇവിടെ നയാഗ്ര ഫോൾസ്. അപ്പം അമേരിക്കയിൽ നിന്നും കാനഡയിലേക്കാണ് വെള്ളം വീഴുന്നത്, അല്ലേ? അങ്ങനെ വേണേൽ പറയാം. അതായത് ഈ നദിയാണ് 2 രാജ്യങ്ങൾ തമ്മിലുള്ള അതിർത്തി. അങ്ങനെയാണ് ഇതിന്റെ സെറ്റപ്പ്. അപ്പോൾ വെൽക്കം ടു ദ സിറ്റി ഓഫ് നയാഗ്ര ഫോൾസ്. നമ്മൾ വീണ്ടും എവിടെയൊക്കെ കയറുകയാണ്? നയാഗ്ര നദി കുറുകെ കടക്കുകയാണ്. കാരണം നമ്മളിപ്പോൾ ഉണ്ടായിരുന്ന ഒരു ഐലൻഡിലാണ്. അപ്പോൾ ആ ഒരു നയാഗ്ര നദി കുറുകെ കടന്നുകൊണ്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിങ്ങനെ മാപ്പിൽ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. ഇതിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വളഞ്ഞ് പൊളിഞ്ഞ് ഇങ്ങനെ കിടക്കുന്ന ഒരു സ്ഥലമാണ്. ഈ ഒരു ഭാഗത്ത് കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ ലെഫ്റ്റിലായിട്ടൊക്കെയാണ് നയാഗ്ര ഫോൾസും പരിപാടികളൊക്കെ വരുന്നത്. ഇത് നേരെ പോകുന്ന കാനഡയ്ക്ക് പോകാൻ പറ്റുന്ന വഴിയല്ലേ? കാനഡ അല്ലേ? കാനഡയിലേക്കൊക്കെ പോവാം. ഞങ്ങൾ ആക്ച്വലി വരുന്ന വഴിക്ക് ബഫല്ലോ എന്ന് പറഞ്ഞൊരു നമ്മൾ സിറ്റി ഒന്നും കണ്ടില്ല സത്യം പറഞ്ഞാല്. ബഫല്ലോ എന്ന് പറഞ്ഞൊരു സിറ്റി ഉണ്ട്. ന്യൂയോർക്ക് കഴിഞ്ഞാൽ 2nd ലാർജസ്റ്റ് സിറ്റി ഇൻ ന്യൂയോർക്ക് സ്റ്റേറ്റ് ആണ് ബഫല്ലോ. നമ്മൾ അതൊന്നും കണ്ടില്ല. അതൊക്കെ സ്കിപ്പ് ചെയ്ത് നമ്മൾ നേരെ നയാഗ്ര ഫോൾസിന്റെ അടുത്തേക്കാണ് വന്നിരിക്കുന്നത്. ആ പാലത്തിന്റെ അടിയിൽ കൂടെ നമ്മൾ പോവാണ്. നമ്മുടെ ഹോട്ടൽ ഇവിടെ നയാഗ്ര ഫോൾസിന്റെ തൊട്ടടുത്താ. അത് ശരി. നിങ്ങൾക്ക് ഇവിടെ താമസിക്കുമ്പോ നയാഗ്ര ഫോൾസിന്റെ അടുത്ത് ഹോട്ടൽ എടുത്ത് താമസിക്കാം, ബഫലോയിലെ ഹോട്ടൽ എടുത്ത് താമസിക്കാം. ദൂരേക്ക് മാറുമ്പോഴത്തേക്കും കുറച്ച് ചീപ്പർ സൈഡിലേക്ക് വരും ഹോട്ടൽസ്. US സൈഡിൽ, അമേരിക്കൻ സൈഡ്, കാനഡ സൈഡിൽ മൊത്തത്തിൽ ചീപ്പാ. ഇത് അങ്ങ് ദൂരെ കാണുന്ന ഈ നദിയുടെ അപ്പുറത്ത് കാണുന്നത് കാനഡയാണ്. കാനഡ കണ്ടോ? കാനഡയാണ് ആ സ്ഥലം.
അങ്ങനെ നയാഗ്ര ഫോൾസിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ കുറച്ച് വീടുകളൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെയൊക്കെ ഇഷ്ടംപോലെ ഹോം സ്റ്റേസും അങ്ങനെ ഇവിടെ സംഭവങ്ങളൊക്കെ കിട്ടും. ഞങ്ങളിവിടെ ഒരു ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ നേരെ ഹോട്ടലിലേക്കാണ് പോകുന്നത്. അത് കസിനോണോ കാണുന്നത്? അടിപൊളി. ഇവിടെ ഇഷ്ടംപോലെ കസിനോസ് ഒക്കെ ഉണ്ട്. കണ്ടില്ലേ, ഒരു ലൈറ്റൊക്കെ ഇട്ട ഒരു അടിപൊളി ബിൽഡിംഗ് കാണാം. അമേരിക്കയിൽ ഞാൻ വിചാരിച്ചത് ലാസ് വേഗാസിൽ മാത്രമാണ് കസിനോസ് ഉള്ളതെന്ന് കേട്ടോ. എല്ലായിടത്തും ഉണ്ടല്ലേ. ഇവിടെ ന്യൂയോർക്കിൽ വരെ കസീനോസ് ഉള്ളതായിട്ട് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ വിചാരിച്ചത് തന്നെയാണ് ലാസ് വേഗാസ് മാത്രമേ ഉള്ളൂ. എല്ലായിടത്തും ഉണ്ട് കസീനോസ്. കാശങ്ങ് പൊടിച്ചു എന്നാ പറയുന്നത്. ഒതന്റിക് ഇറ്റാലിയൻ റെസ്റ്റോറൻറ്റ്, ഫെയർഫീൽഡ് ബൈ മാരിയറ്റ്. ഇതാണ് നമ്മുടെ ഹോട്ടല്. ഈ കാണുന്ന ഹോട്ടലാണ് നമ്മൾ താമസിക്കുന്നത്. ഷെരട്ടൺ എന്തായിരുന്നു, നയാഗ്ര ഫോൾസ്. ഷെരട്ടൺ നയാഗ്ര ഫോൾസ് എന്ന് പറഞ്ഞത് ഇതാണ് നമ്മുടെ ഹോട്ടൽ. അതിൻ്റെ താഴെ തന്നെ ഒരു സ്റ്റാർ ബുക്സ് ഒക്കെ ഉണ്ട്. സ്റ്റാർ ബുക്സ്. മിസ്റ്റർ റെനി, താങ്കൾ ഒരു വളരെ നല്ല ഡ്രൈവർ ആയിരുന്നു. താങ്ക്സ് ഫോർ ടേക്കിംഗ് അസ് സേഫ്. പാർക്കിംഗ് ഇറ്റ് ഈസ് അറ്റ് യുവർ ഓൺ റിസ്ക് എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. എത്ര സംഭവങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അത് നമ്മളിവിടെ കൊണ്ടുവന്നിട്ട് ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് ഹോട്ടലിൽ നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുക. അതിനും പൈസ കൊടുക്കണം, ഫ്രീ ഒന്നുമല്ല കേട്ടോ. അവിടെ വിന്തം ഗാർഡൻ ഹോട്ടലിന്റെ പുറകിലായിട്ട് നമുക്കൊരു ഹോട്ട് എയർ ബലൂൺ കാണാം. അതിന്റെ മേളിൽ ആൾക്കാർ ഇങ്ങനെ പൊങ്ങി നിൽപ്പുണ്ട്. അത് എനിക്ക് തോന്നുന്നു ഡിന്നറോ ഫുഡോ അങ്ങനെ എന്തെങ്കിലും പരിപാടി ചെയ്യാൻ തോന്നുന്നു. What is that? I'm carrying all the time because here most of the hotels they were having only the coffee powder. So mostly the people in USA they are like most of them like coffee lovers. Okay. So they don't that much like the tea. That's it. അതുകൊണ്ട് ചായപ്പൊടി സ്വന്തമായിട്ട് കൊണ്ട് നടക്കുന്ന മലയാളിയാണ് ഈ കാണുന്നത്. സ്വന്തമായിട്ട് ഞാൻ എവിടെ പോയാലും എനിക്ക് വേണ്ട ചായപ്പൊടിയും കാര്യങ്ങളും ഒക്കെ ഞാൻ കൊണ്ടുപോകുന്നതായിരിക്കും അല്ലേ? അല്ല, അത് വേണം. അല്ലെ ഞാൻ എന്റെ ബാഗിൽ എപ്പോഴും ഒരു സാധനം ഉണ്ടാവും, ടബാസ്കോ സോസ്. ഇവിടെ ചായ വലിയ സെലക്ഷൻ ഇല്ല. കോഫി കമ്പൾസ് ഓഫ് സെലക്ഷൻ, പല ടൈപ്പിലും കോഫി ഇഷ്ടം പോലെ. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ നമ്മൾ എപ്പോഴും ക്യാരി ചെയ്യും. വളരെ കുറച്ച് സെലക്ഷൻസ് ഉള്ളൂ. ഇത് കാപ്പി ഉണ്ടാക്കുന്ന മെഷീനാണ് ഈ കാണുന്നത്. കാപ്പി ഉണ്ടാക്കുന്ന മെഷീനാണ്. ഞാൻ ചൂടുവെള്ളം മാത്രമാക്കി. ഇത് മറ്റേ സ്റ്റാർബക്സിന്റെ കഫേ വെറോണ അതൊക്കെയല്ലേ ഇരിക്കുന്നത്? അടിപൊളിയാണല്ലോ. ഇതൊക്കെ ഫ്രീ ആണോ? ആയിരിക്കും അല്ലേ? ആണല്ലേ? പൈസ കൊടുക്കേണ്ടി വരും. അങ്ങനെ ഈ കാണുന്ന ഭാഗത്ത്, ഈ കാണുന്ന കെട്ടിടങ്ങൾക്ക് അപ്പുറത്ത് എവിടെയൊക്കെ ആയിട്ടാണ് നമ്മുടെ നയാഗ്ര ഫോൾസ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നയാഗ്ര ഫോൾസിലേക്ക് പോകണം. സോ ദിസ് ഈസ് അവർ റൂം. 4 പേർക്ക് അടക്കാം കേട്ടോ അല്ലേ? 4 പേർക്ക് അടക്കാൻ പറ്റുന്ന വലിയ ഒരു മുറിയാണ്. ആൻഡ് രാത്രി ദൃശ്യങ്ങൾ കാണാനാണ് നമ്മൾ പോകാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത്. രാത്രി ദൃശ്യങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കിനും അവിടെ വാട്ടർഫോളിൻ്റെ അടുത്ത് കംപ്ലീറ്റ് ലൈറ്റൊക്കെ ഇട്ട് സെറ്റപ്പ് ആക്കിയിരിക്കും. പിന്നെ ഇന്ന് ഫയർ വർക്ക്സ് ഒക്കെ ഉള്ളത് അവിടെ ചെക്ക് ഇൻ ചെയ്യുന്ന സമയത്ത് അയാൾ പറഞ്ഞായിരുന്നു 10 മണിയാകുമ്പോഴത്തേക്കിനും. അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നാളെ കുറച്ച് അഡ്വഞ്ചർ പരിപാടികളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഐ എം സൂപ്പർ എക്സൈറ്റഡ് ഫോർ ദാറ്റ്. അതെന്ന് പറയുന്നത് വാട്ടർഫോളിനകത്ത് ചാടി പോകുന്ന എന്തോ ബോട്ടും പരിപാടികളൊക്കെയാണ്. നമ്മൾ പണ്ട് ന്യൂസിലൻഡിൽ പോയപ്പോഴത്തേക്കിനും ഒരു ഷോർട്ട് ഓവർ സെറ്റ് ചെയ്തില്ലേ, അതേപോലത്തെ ഫുള്ള് നമ്മളെ കംപ്ലീറ്റ് സോക്ക് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു കലാപരിപാടിയൊക്കെയുള്ള പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺഡ്.